നാളെ 2025 മെയ് 2-ാം തീയതി വെള്ളിയാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ അറിയിപ്പ്, വർഷങ്ങളായി വൈദ്യുതി ബോർഡിന് അടക്കാനുള്ള കുടിശ്ശികയും പലിശയും വലിയ ഇളവുകളോടെ ഒറ്റത്തവണയായി അടച്ചു തീർക്കാൻ നടപടി വന്നിരിക്കുന്നു. സർക്കാരിന്റെ 4-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് KEB കുടിശ്ശിക തീർപ്പാക്കാൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മന്ത്രിസഭ 5-ാം വർഷത്തിലേക്ക് കടക്കുന്ന 2025 മെയ് 20 മുതൽ 3 മാസക്കാലമാണ് ഏറെ ഇളവുകളോടെ ഉപഭോക്താക്കൾക്ക് ദീർഘകാല കുടിശ്ശിക തീർക്കാനാവുക. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ ഒറ്റത്തവണയായി തീർപ്പാക്കാം. വിച്ഛേദിക്കപ്പെട്ട കണക്ഷനുകൾ കുടിശ്ശിക അടച്ചു തീർത്ത് പുനഃസ്ഥാപിക്കാനുമാകും. 10 വർഷത്തിനു മുകളിൽ പഴക്കമുള്ള കുടിശ്ശിക തുകയ്ക്ക് ഏർപ്പെടുത്തിയ 18% പലിശ പൂർണ്ണമായും ഒഴിവാകും. 5 വർഷം മുതൽ 10 വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് 18%-നു പകരം 4%വും, 2 മുതൽ 5 വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് 18-നു പകരം 6%വും പലിശ നിരക്കിൽ ഒറ്റത്തവണയായി തീർപ്പാക്കാം. പലിശ തുക 6 മാസത്തെ തുല്യ ഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. കുടിശ്ശികയായ വൈദ്യുതി ബിൽ തുകയും പദ്ധതിയുടെ ഭാഗമായി ഇളവ് കണക്കാക്കിയിട്ടുള്ള പലിശ തുകയും ചേർത്ത് ഒറ്റത്തവണയായി അടച്ചു തീർക്കുന്നവർക്ക് ബിൽ കുടിശ്ശികയിൽ 5% ഇളവും ലഭിക്കും. അടുത്തൊരു അറിയിപ്പ്, വാണിജ്യാവശ്യങ്ങൾക്കായുള്ള 19 കിലോയുടെ പാചകവാതക ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറച്ചു. 15.50 രൂപയാണ് കുറച്ചത്. അതേസമയം ഗാർഹികാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചത് ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഗുണകരമാകും. ഏപ്രിലിൽ വാണിജ്യാവശ്യങ്ങൾക്കായുള്ള സിലിണ്ടറിന് 41 രൂപ കുറച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും വില കുറച്ചത്. അതേസമയം കഴിഞ്ഞ മാസമാണ് ഗാർഹികാവശ്യത്തിനായിട്ടുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചത്. ഏപ്രിൽ 7-നാണ് ഗാർഹിക ഉപയോഗത്തിനുള്ള 14.2 കിലോയുടെ ഗ്യാസ് സിലിണ്ടറിന്റെ വിലയിൽ 50 രൂപ വർദ്ധിപ്പിച്ചത്. അടുത്തൊരു അറിയിപ്പ്, ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ സാധാരണ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തടയാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങൾക്ക് ബോണറ്റ് നമ്പർ നൽകുന്ന നടപടി വിവിധ ജില്ലകളിൽ RT ഓഫീസർമാരുടെ നേതൃത്വത്തിൽ തുടങ്ങി. അംഗീകാരമുള്ളതാണെന്ന് തിരിച്ചറിയാൻ വാഹനത്തിന്റെ ബോണറ്റിൽ പ്രത്യേക നമ്പർ ഉൾപ്പെട്ട സ്റ്റിക്കർ പതിക്കുകയാണ് ചെയ്യുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ലൈസൻസ് അനുവദിക്കുമ്പോൾ ഏതൊക്കെ വാഹനമാണ് പഠനത്തിന് ഉപയോഗിക്കുന്നതെന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഉൾപ്പെടാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വ്യാപകമാണ്. ലൈസൻസ് ഉള്ള 4 ചക്ര വാഹനങ്ങളിൽ പഠിപ്പിക്കുന്നയാൾക്ക് കൂടി നിയന്ത്രിക്കാനാവുന്ന ക്ലച്ചും ബ്രേക്കും അധികമുണ്ടാകും. ലൈസൻസിൽ ഉൾപ്പെടാത്ത വാഹനങ്ങളിൽ ഇതുണ്ടാകില്ലെന്ന് മാത്രമല്ല, ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടാകില്ല. അടുത്തൊരു അറിയിപ്പ്, BPL വിഭാഗത്തിനുള്ള സൗജന്യ K-ഫോൺ കണക്ഷന് ഇപ്പോൾ അപേക്ഷിക്കാം. കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന K-ഫോൺ പദ്ധതിക്കായി ഓൺലൈൻ അപേക്ഷയ്ക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി BPL വിഭാഗത്തിലുള്ള കുടുംബങ്ങളിലേക്ക് K-ഫോൺ കണക്ഷനുകൾ ലഭ്യമാക്കുന്നതിനായി ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഇന്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് K-ഫോൺ പരിശ്രമിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയും K-ഫോൺ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സന്തോഷ് ബാബു അറിയിച്ചു. റേഷൻ കാർഡ് ഉടമകളുടെ പേരിലാണ് അപേക്ഷ നൽകാൻ സാധിക്കുക. കണക്ഷൻ ആവശ്യമുള്ള സ്ഥലം കൃത്യമായി മാപ്പിൽ മാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട്. BPL കാർഡ് ഉടമകൾക്കാണ് സൗജന്യ കണക്ഷന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുക. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലായിരിക്കും സേവനങ്ങൾ നൽകുക. നിലവിൽ K-ഫോൺ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങൾക്ക് മുൻഗണനയുണ്ടാകുമെന്നും അറിയിപ്പിൽ പറയുന്നു. വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി.